അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇനിയുള്ള അടുത്തതെന്ന് വെച്ചാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പം ഒരു സാധാരണ പ്യുവർ സോൾവെൻറ്റിലേക്ക് ഞാനൊരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, ബോയിലിംഗ് പോയിന്റ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇപ്പം ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തെന്ന് വിചാരിച്ചു, നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അങ്ങനെ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് അത് നേരത്തെ സോൾവെൻറ്റിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന പേര് കേട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്ട് ഈസ് ഫ്രീസിങ് പോയിന്റ് എന്ന് അറിയണം. ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേപ്പർ പ്രഷർ ഉണ്ട്, ലിക്വിഡിൻ്റെ വേപ്പർ ഫേസ്, ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ, ഓക്കെ, ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറും അതേപോലെ സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറും തമ്മിൽ ഈക്വൽ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് വിളിക്കാൻ. ഓക്കെ, അപ്പോൾ ഫ്രീസിങ് പോയിന്റ് ശരിക്കും എന്താണ്? നമുക്ക് ആ ഒരു ഇപ്പം വാട്ടർ ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആവും. സോ ആ ഒരു പെർട്ടിക്കുലർ 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പറയാൻ പറ്റും വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ആരാണ് ആക്ച്വലി ഫ്രീസ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇപ്പം സോൾവെൻറ്റും സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ സൊല്യൂഷനിൽ സൊല്യൂട്ട് ആണോ സോൾവെൻ്റ് ആണോ ഫ്രീസ് ചെയ്യാൻ? നമുക്കറിയാം നമ്മുടെ സോൾവെൻറ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിൽ ആരാണ് വേപ്പറായിട്ട് മാറുന്നത്? സ്വാഭാവികമായിട്ടും സോൾവെൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു സൊല്യൂഷനിൽ എപ്പോഴും ഫ്രീസ് ചെയ്യുന്നത് ഒരു സോൾവെൻ്റ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ഒന്ന് പിന്നെ തെർമോഡൈനാമിക് മെത്തേഡും. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരം നമ്മൾ ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് സ്ഥിതിക്ക് ടെമ്പറേച്ചർ കുറയുന്നുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ഓക്കെ, കറക്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സോളിഡിൻ്റെ, കാരണം ലാസ്റ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ എന്തായിട്ട് മാറും? ഫ്രീസ് ചെയ്തിട്ട് ഒരു സോളിഡ് ഫേസിലേക്ക് മാറും. അപ്പം സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ എന്ത് ചെയ്യുക? അത് നമുക്കൊരു ഗ്രാഫ് വരക്കാം. സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ സേർ ഇതായി കൊടുത്ത പോലെ എന്തായാലും വേപ്പർ പ്രഷർ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും വിത്ത് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച്. അപ്പോൾ സേർ ഇത് സോളിഡ് ഫേസിലെ വേപ്പർ പ്രഷർ അത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്തത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഏതോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, ഏതോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു T1 ടെമ്പറേച്ചറിൽ എന്താണ് നമ്മൾ സൊല്യൂഷൻ അല്ല, ഓക്കെ, നമ്മൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ നോക്കും. സോൾവെൻറ്റ് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ, എന്തായാലും. അപ്പം സോൾവെൻറ്റ് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. എന്നിട്ട് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഇങ്ങനെ നോക്കും. എക്സ്പോണൻഷ്യലായിട്ട് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഇതും വേപ്പർ പ്രഷറും കുറയും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്താവും? സോളിഡിൻ്റെയും വേപ്പർ പ്രഷറും അതേപോലെ ആ ഒരു സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ, സോൾവെൻറ്റ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലുള്ള ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ വേപ്പർ പ്രഷറും ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറും നമ്മൾ ഈക്വൽ ആവും. ആ ഈക്വൽ ആവുന്ന പോയിന്റ് നമ്മൾ വിളിക്കാൻ ഫ്രീസിങ് പോയിന്റ്, നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ വൈസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത നേരത്തെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, നേരത്തെ അതേ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന സൊല്യൂഷൻ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈ പറഞ്ഞ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കുറയും. അതിന് നമ്മൾ വിളിക്കുക റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സോ ആ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും? വേപ്പർ പ്രഷർ കുറയും. അങ്ങനെ ആ വേപ്പർ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പോണൻഷ്യൽ ഡിക്രീസും കൂടി ഇങ്ങനെ നോക്കും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കി ഈ പറഞ്ഞ സോളിഡിൻ്റെ വേപ്പർ പ്രഷറും അതേപോലെ ഈ പറഞ്ഞ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കാൻ എന്താ? നമ്മൾ വിളിക്കും ഫ്രീസിങ് പോയിന്റ്. ഓക്കെ, ശരി. ഇനി അടുത്ത സൊല്യൂഷൻ, രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രാ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്താണ് വേപ്പർ പ്രഷർ കുറയും. സോ കൂടുതൽ വേപ്പർ പ്രഷർ കുറയും. പിന്നെ എന്താണ് ആ ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് സോളിഡായിട്ട് തട്ടും. അപ്പോൾ ആ ഒരു തട്ടുന്ന ആ ഒരു എക്സൈസസിൻ്റെ പോയിന്റാണ് നമുക്ക് എന്ത്? ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നേരത്തെ സോൾവെൻറ്റിനേക്കാളും നമുക്ക് ഇവിടെ തന്നെ ഒബിയസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, സോൾവെൻറ്റിനേക്കാളും സൊല്യൂഷന് എന്ത്? ഫ്രീസിങ് പോയിന്റ് കുറവാന്നുള്ള കാര്യം ഇവിടെ തന്നെ പ്യുവറായിട്ടും വിസിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത തെർമോഡൈനാമിക് മെത്തേഡ് വഴി ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എന്ത് കുറയുന്നത്? വേപ്പർ പ്രഷർ കുറയുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്തായാലും സോളിഡ് ഒരു സൊല്യൂഷൻ ആയാലും സോൾവെൻ്റ് ആയാലും ലാസ്റ്റ് എന്ത് ഫേസിലേക്കാണ് പോകുന്നത്? സോളിഡ് ഫേസിലേക്കാണ് പോകുന്നത്. രണ്ടുപേരും സോളിഡ് ഫേസിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? രണ്ടുപേരും ഏത് എൻട്രോപ്പിയിലേക്കാണ്, നമ്മൾ ഇനി എൻട്രോപ്പിൻ്റെ ടേംസിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് എൻട്രോപ്പിയിലേക്ക് എത്താനാണ് നോക്കുന്നത്? സോൾവെൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിൻ്റെ എൻട്രോപ്പിയിൽ നിന്ന് സോളിഡ് ഫേസിൻ്റെ എൻട്രോപ്പിയിലേക്കാണ് എത്താൻ നോക്കുന്നത്. അപ്പോൾ സോളിഡ് ഫേസിൻ്റെ എൻട്രോപ്പി നമുക്കറിയാം ഏറ്റവും കുറവാണ്, കാരണം സോളിഡ് നല്ല പാക്ഡ് ആയിട്ട് ഉണ്ടാവും, അത്ര ഫ്രീ ആയിരിക്കില്ല. സോ അതുകൊണ്ട് സോളിഡ് ഫേസിലെ എൻട്രോപ്പി ഇതാണെന്ന് വിചാരിക്കുക സോളിഡിൻ്റെ. ഇനി സോൾവെൻറ്റിൻ്റെ എൻട്രോപ്പി, സോൾവെൻറ്റ് ലിക്വിഡാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ലിക്വിഡ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, കുറച്ചുകൂടി റാൻഡംനെസ് ഉണ്ട്, കുറച്ചുകൂടി ഒഴുകാൻ തോന്നും. അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള എൻട്രോപ്പി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾവെൻറ്റിൻ്റെ എൻട്രോപ്പി. ഇനി നമ്മുടെ
സൊല്യൂഷൻ നമ്മളൊരു ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എൻട്രോപ്പി കൂടും. കാരണം എന്താ, അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സിമെട്രി കുറയാൻ തുടങ്ങി, കുറച്ചും കൂടി പാർട്ടിക്കൽസ് എക്സ്ട്രാ റാൻഡംനെസ് കൂടി. സോ ഇവിടുന്ന് നമുക്ക് സൊല്യൂഷൻ 1ൻ്റെ എൻട്രോപ്പി കിട്ടി. അതേപോലെ കുറച്ച് അധികം സൊല്യൂട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എൻട്രോപ്പി ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ നോക്കി ഏറ്റവും കുറവ് എന്താണ് എൻട്രോപ്പി ഡിഫറൻസ് ആയിരിക്കാണ് ഈ സോൾവെൻറ്റും ഇതും തമ്മിലാണ്, സോളിഡ് തമ്മിൽ. ഇയാൾക്ക് കൂടുതൽ എൻട്രോപ്പി ഡിഫറൻസ് ഉണ്ട്, ഇയാൾക്ക് അതിനും കൂടുതൽ എൻട്രോപ്പി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇനി ഡെൽറ്റ ജിയുടെ ഒരു കാര്യമാണ്. ഡെൽറ്റ ജിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെൽറ്റ ജി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ 0 ആണ്. എപ്പോഴാണ് സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ സെയിം ആവുന്ന ആ പർട്ടിക്കുലർ പ്രോസസ്സിൽ ഡെൽറ്റ ജി 0 ആണ്. സോ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എസ് ഇൻറ്റു ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് സമയത്ത് 0 ആവുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഇതെന്താണ് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, കാരണം ഫ്രീസിൻ്റെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ എച്ച് ബോയിലിംഗ് എന്നാണ്, വേപ്പറൈസേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് എന്നുള്ള അർത്ഥം തന്നെ. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുമ്പോഴുണ്ടാവുന്നത്. ആൻഡ് ഡെൽറ്റ എസ് ഓക്കെ, ഇതിനെ ടി എഫ് എന്ന് വിളിക്കുക, കാരണം ഫ്രീസിങ് പോയിന്റ്. അപ്പം ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ ടി എഫ്. സോ ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ. എന്തായാലും ഡെൽറ്റ എച്ച് ഫ്യൂഷൻ അതെന്തായാലും കോൺസ്റ്റൻറ്റ്, കാരണം വെച്ചാൽ ആരാണ് ഫ്രീസ് ആവുന്നത്? വാട്ടർ. ഈ 3 കേസിലും സൊല്യൂഷൻ ആയിക്കോട്ടെ സോൾവെൻ്റ് ആയിക്കോട്ടെ, ആ 3 കേസിലും എന്താണ്, എല്ലാം വാട്ടർ തന്നെയല്ലേ ഫ്രീസ് ആവുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഡെൽറ്റ എച്ച് ഫ്യൂഷൻ സെയിം ആയിരിക്കും, ശരി, ടി എഫ്. സോ ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ ദാറ്റ് ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ ആർക്കാണോ ഏറ്റവും കുറവ് എന്തുള്ളത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഉള്ളത്, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീസിങ് പോയിന്റ്. ദാറ്റ് മീൻസ് സോൾവെൻ്റാണ് ഏറ്റവും കുറവ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഉള്ളത്. ദാറ്റ് മീൻസ് അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീസിങ് പോയിന്റ്. സൊല്യൂഷൻ 2ക്കാണ് കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉള്ള സൊല്യൂഷൻ 2ക്കാണ് ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ചേഞ്ച്. സോ അതുകൊണ്ട് അയാൾക്കാണ് ഏറ്റവും കുറവായിട്ടുള്ള ഫ്രീസിങ് പോയിന്റ്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഫ്രീസിങ് പോയിന്റ് കുറയുന്ന കാര്യം ഇവിടുന്ന് ഒബ്വിയസ്ലി വിസിബിൾ ആണെന്ന കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കി, കൂടുതൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി എഫ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറയാൻ പറ്റും അല്ലെ, മൊളാലിറ്റി ഓഫ് ദി സൊല്യൂട്ട്. കാരണം കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കൂടുതലായി വരും. ഓക്കെ, സോ ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് പറയാൻ പറ്റും. കെ എഫ് നമ്മൾ വിളിക്കും ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ വിളിക്കും. ഇനി കെ എഫിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഡെൽറ്റ ഇങ്ങനെ വിളിക്കാം, ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, മിസ്റ്റർ ഡെൽറ്റ ടി ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഇൻറ്റു 1000 എന്ന രീതിയിൽ. ഓക്കെ, മിസ്റ്റർ ഇതെന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സോൾവെൻറ്റ്. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ കെ എഫ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദി സോൾവെൻറ്റ്. കാരണം ഇത് molecular mass of solvent, this is gas constant, this is freezing point, this is delta H of fusion of the water എന്നുള്ള കാര്യം അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന കാര്യം മനസ്സിലാക്കാം. ഇനി അടുത്ത ഇതാണ് എന്ത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിൻ്റെ സെറ്റപ്പ് ആദ്യം നോക്കാം. ഓസ്മോസിസ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കർ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കും. ഒരു സൈഡിൽ പ്യുവർ സോൾവെൻ്റ് ഉണ്ടാവും, ഒരു സൈഡിൽ പ്യുവർ സൊല്യൂഷൻ ഉണ്ടാവും. അതിന് നടുക്കായിട്ട് എന്തുണ്ടാവും, ഒരു മെംബ്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിന് നമ്മൾ വിളിക്കും സെമി പെർമേബിൾ മെംബ്രെയിൻ എന്നാണ്. ഈ സെമി പെർമേബിൾ മെംബ്രെയിൻ്റെ പ്രത്യേകത വെച്ചാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് അത് പാസ് ചെയ്യാൻ വിടില്ല, ഓൺലി സോൾവെൻറ്റ് പാർട്ടിക്കിൾസിന് മാത്രമേ പാസ് ചെയ്യാൻ വിടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെമി പെർമേബിൾ മെംബ്രെയിന് വേറെയും പ്രത്യേകത ഉണ്ട്. അത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആനിമൽ ബ്ലാഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ അല്ല, ഒന്ന് ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതാണ് ആനിമൽ ബ്ലാഡർ. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കോപ്പർ FeCN6 എന്നുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോൾട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എവിടെ നിന്നാണ് ഫ്ലോ ഉണ്ടാകുന്നത് അല്ലേ, ഫ്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ സെയിം ആക്കാൻ നോക്കണം. ആരുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആക്കാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ ആർക്കാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? സ്വാഭാവികമായിട്ട് സൊല്യൂഷൻ്റെ വൈസ് നോക്കുമ്പോൾ ഇയാൾക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൂടുതൽ, കാരണം ഇയാൾ സൊല്യൂഷനാണ്, ഇയാളുടെ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോൾ അയാൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇയാൾക്ക് കോൺസെൻട്രേഷൻ കുറവാണ്. ദാറ്റ് മീൻസ് ഇയാൾക്ക് കുറച്ച് കൂടുതലാണ് എന്ത്, കോൺസെൻട്രേഷൻ, ഒരു L കൂടുതലാണ് ഇയാൾക്ക്. അങ്ങനെ ആ സമയത്ത് ഇയാളുടെ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഇവർ രണ്ടാളും കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കാൻ നോക്കണം അല്ലേ, രണ്ടാളും കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എന്തായാലും സോൾവെൻറ്റ് പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇവിടുത്തെ കുറച്ച് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇവിടത്തേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് കൂടും. ഇവിടെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് കൂടിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഡൈല്യൂഷനാവും അല്ലേ, ഡൈല്യൂഷനാവും. അങ്ങനെ ഡൈല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടാളെയും കോൺസെൻട്രേഷൻ എന്തായാലും ഏകദേശം സെയിം ആകും.
അത് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എവിടെ നിന്ന് എവിടം വരെയാണ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ, അല്ല സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്കാണ് പോവുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും എന്ത് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ്. ഇനി വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഹൈ കോൺസെൻട്രേറ്റഡ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് നിന്ന് ലോ കോൺസെൻട്രേറ്റഡ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസിലേക്കാണ് മൂവ്മെൻറ്റ് ഓഫ് ദി സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് പോകാമെന്നും ആ രീതിയിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ രണ്ട് രീതിയിലും പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഈ പറഞ്ഞ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം low concentrated solution from high concentrated solution is called osmosis. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഡെഫിനേഷനും പറഞ്ഞു വാട്ട് ഈസ് ഓസ്മോസിസ്. ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എന്താണ് ഈ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഈ റൈസ് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ചെറുതായിട്ട് കൂടും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു H ρg. അപ്പോൾ ഇവിടെ എന്താവും കുറച്ച് ഒരു പെർട്ടിക്കുലർ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ പ്രഷർ ക്രിയേറ്റ് ആവും. അങ്ങനെ ആ പെർട്ടിക്കുലർ പ്രഷർ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റിലേക്ക് പോകുന്നുണ്ട്, സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്ര നേരം അപ്പോൾ നമ്മൾ പറഞ്ഞു സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് എന്താണ് ഇവിടെ ഈ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണോ പോകുന്നത് ഇത്ര നേരം പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഫ്ലോ ആണ്. എഫക്റ്റീവ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് പോകുന്നുണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് പോകുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ രണ്ടും മിക്സ് ആയിട്ട് എഫക്റ്റീവായിട്ട് പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ എഫക്റ്റീവായിട്ട് പോകുന്ന സമയത്ത് ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ സൈഡിൽ നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ സൈഡിലേക്കാണ് പോകുന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ. നമുക്ക് ഇനി ഒരു ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മുമ്പേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും കാര്യം എന്താണ് റീസൺ ഫോർ ഓസ്മോസിസ്. റീസൺ ഫോർ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ അഡീസ് പ്രഷർ ഡിഫറൻസ് ആണ്. പ്രഷർ ഡിഫറൻസ് എന്താ വെച്ചാൽ വേപ്പർ പ്രഷർ ഡിഫറൻസ്. അപ്പം നമുക്കറിയാം സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. കാരണം ഇതിനകത്തുള്ള നോൺ വോൾട്ടൈൽ സൊല്യൂട്ടാണ്. കാരണം കോളിഗോട്ടീവ് പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി നോൺ വോൾട്ടൈൽ സൊല്യൂട്ടിലും പിന്നെ ഹൈലി ഡൈല്യൂട്ടഡ് സൊല്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഫൈൻ. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്. കാരണം ഇത് പ്യുവർ സോൾവെൻ്റ് ആണ്. ദാറ്റ് മീൻസ് പ്രഷർ കൂടിയെടുത്തും പ്രഷർ കുറഞ്ഞിടത്തേക്കാണ് എപ്പോഴും മൂവ്മെൻറ്റ് ഉണ്ടാവുക. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ഡിഫ്യൂഷൻ എന്നൊക്കെ പണ്ടേ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് അങ്ങനെ പോകുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻട്രോപ്പിൻ്റെ ഡിഫറൻസ്. ഇവിടെ എന്താണ് ഇവിടെ എൻട്രോപ്പി കുറവാണ്. കാരണം സോൾവെൻ്റ് ആണ്, അത്യാവശ്യം ഒരു റാൻഡംനെസ് കുറവാണ്, എല്ലാം സിമെട്രി ഉണ്ട്. ഇവിടെ എൻട്രോപ്പി കൂടുതലാണ്. കാരണം സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, കുറച്ച് റാൻഡംനെസ് ഉണ്ട്. അപ്പോൾ എൻട്രോപ്പി എല്ലാ സിസ്റ്റത്തിനും എൻട്രോപ്പി കൂടാനാണ് ആഗ്രഹം, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടന്നു പോകാനാണ് ആഗ്രഹം. ദാറ്റ് മീൻസ് എന്താണ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൻ്റെ ഏരിയയിൽ നിന്ന് സൊല്യൂഷൻ ഏരിയയിലേക്ക് പോകും. അതാണ് പരിപാടി. ഇനിയാണ് നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ പാർട്ടിക്കിൾസിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വെള്ളത്തിൻ്റെ റൈസ് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കൂടി വരും. അല്ല, റൈറ്റ് സൈഡിൽ വെള്ളം കൂടി വരും. അങ്ങനെ വെള്ളം കൂടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഒരു H എന്ന് പറയുന്ന ഹൈറ്റൊക്കെ വരും. അപ്പോൾ H ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു H ρg എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, അല്ലെ, ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രഷർ എന്ത് ചെയ്യും, പർട്ടിക്കുലർ ഒരു H ഈ ഒരു H ആണെന്നൊന്നുമില്ല, മേ ബി ഈ ഒരു പർട്ടിക്കുലർ H ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല ലെവൽ ഓഫ് പ്രഷർ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ പറഞ്ഞ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷർ എന്ത് ചെയ്യും, നേരെ അപ്ലൈ തുടങ്ങും. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടല്ലോ സോൾവെൻറ്റിൻ്റെ സൊല്യൂഷനിലേക്കുള്ള ആ ഒരു സോൾവെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ, ആ എഫക്റ്റീവ് ഫ്ലോനെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവിടുന്ന് ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് ഈ പ്രഷർ ഇങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സൊല്യൂഷനിലുള്ള സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ലെഫ്റ്റോട്ടേക്ക് പോകും. അങ്ങനെ നേരത്തെ സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസും റൈറ്റോട്ടേക്ക് പോകുന്നുണ്ട്, അതേപോലെ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ലെഫ്റ്റോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രഷർ ആവുന്ന സമയത്ത് സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസും റൈറ്റോട്ടേക്ക് പോകുന്നുണ്ട്, സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസ് ലെഫ്റ്റോട്ടേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടാളെയും റൈറ്റോട്ടേക്കും ലെഫ്റ്റോട്ടേക്കും സോൾവെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്താവും, ഈക്വേറ്റ് ആവും. ദാറ്റ് മീൻസ് അവർ രണ്ടാളും ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ടേക്ക് വന്ന സോൾവെൻറ്റ് പാർട്ടിക്കിൾസും അതേപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് വന്ന സോൾവെൻറ്റ് പാർട്ടിക്കിൾസിന് റേറ്റ് ഈക്വൽ ആവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എന്താവും, ഓസ്മോസിസ് എന്ന് പറഞ്ഞ പരിപാടി ഏകദേശം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈക്വലിബ്രിയത്തിലാണ് ഉള്ളത്, പക്ഷേ അവർ സ്റ്റാറ്റിക് കണ്ടീഷനിലുള്ളത് രണ്ടുപേരും അങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ എഫക്റ്റീവ് ഫ്ലോ അത് 0 ആയിട്ട് പോകും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുന്ന സമയത്ത് എന്താവും, അതൊരു ഈക്വലിബ്രിയം കണ്ടീഷൻ എന്ന രീതിയിൽ തോന്നും. സോ ഇറ്റ്സ് എ ഡൈനാമിക് ഈക്വലിബ്രിയം എന്ന രീതി നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു പർട്ടിക്കുലർ പ്രഷറാണ് നമ്മൾ പറയാൻ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ പണ്ട് മുതൽ പഠിച്ച വേറെ രീതിയിലാണ്, രീതി നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നോക്കിയൊക്കെ ഒരു പർട്ടിക്കുലർ ഓസ്മോസിസ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓസ്മോസിസ് നടന്ന് ലാസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓസ്മോസിസ് നിർത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, കാരണം വെച്ചാൽ വെള്ളം റൈസ് ആവുന്നുണ്ട്, അപ്പം പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ പ്രഷർ
എക്സേർട്ട് ചെയ്യുമ്പോൾ സൊല്യൂഷൻ എന്നുള്ള സോൾവൻ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുന്നതും റൈറ്റ് ലെഫ്റ്റിലോട്ടേക്ക് പോകുന്നതും സോൾവൻ പാർട്ടിക്കിൾസിൻ്റെ റേറ്റ് ഈക്വൽ ആവും. അങ്ങനെ അതൊരു ഈക്വലിബ്രിയത്തിലും അങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവും. ആ ഒരു പർട്ടിക്കുലർ പ്രഷർ ഹൈക്ക് നമ്മൾ പറയും എന്താണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി അപ്പോൾ അതിന് സാർ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് വാട്ടർ ഉണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. വാട്ടർ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ്, വാട്ടറിൻ്റെ പ്യുവർ സോൾവെൻറ്റ്. അപ്പം പ്യുവർ സോൾവെൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് കുറേ പോകും. അതിന് പർട്ടിക്കുലർ ഹൈറ്റ് എത്തുന്ന സമയത്ത്, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തുന്ന സമയത്ത് കൂടുതൽ പ്രഷർ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യും. അപ്പം ഈ പറഞ്ഞ സൊല്യൂഷനും പാർട്ടിക്കിൾസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, വാട്ടറിനും അങ്ങോട്ടേക്ക് പാർട്ടിക്കിൾ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആവും. ആ റേറ്റ് ഈക്വൽ ആവുന്ന സമയത്ത് അവിടെ ഓസ്മോസിസ് നടക്കാത്ത പോലെ നമുക്ക് തോന്നും, നടക്കുന്നുമില്ല. ഓക്കെ, കാരണം എഫക്റ്റീവ് ഫ്ലോ ഇല്ലല്ലോ. ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിനെ വേറെ രീതിയിലും കൂടി നമുക്ക് ഇനി ഓസ്മോസിസ് നേരത്തെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ എക്സ്ട്രാ പ്രഷർ ഉണ്ടാവുക. നമുക്ക് ഇനി നേരത്തെ തന്നെ ഈ പറഞ്ഞ ഓസ്മോസിസ് നിർത്തണം. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഹൈറ്റ് കൂടുന്നവർ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. നേരത്തെ തന്നെ ഓസ്മോസിസ് നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ ആയിട്ട് പ്രഷർ കൊടുക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ അമൗണ്ട്, ഈ പറഞ്ഞ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്ന ആ പർട്ടിക്കുലർ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പാർട്ടിക്കിൾസ് പോകും, ഇവിടുന്ന് പാർട്ടിക്കിൾസ് പോകുന്ന പാർട്ടിക്കിൾസ് അല്ല സോൾവൻ പാർട്ടിക്കിൾസ് പോകുന്ന റേറ്റ് സെയിം ആവും. അങ്ങനെ സെയിം ആവുന്ന ആ ഒരു പർട്ടിക്കുലർ എക്സ്ട്രാ പ്രഷറിനെ നമുക്ക് വിളിക്കാൻ പറ്റും, ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കാൻ പറ്റും. ആ ഒരു പ്രഷറിനെ നമുക്ക് വിളിക്കാൻ പറ്റും CRT എന്ന് പറയാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെയാണ് ഒരു എന്തായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയത്. കാരണം വെച്ചാൽ എന്താണ്, നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്പർ ഓഫ് സൊല്യൂട്ട് ഇൻ ദി സൊല്യൂഷൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്പർ ഓഫ് സൊല്യൂട്ട് നമ്മൾ വിചാരിച്ചു നോക്ക്, കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കൽസ് ഈ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അങ്ങനെ കൂടുതൽ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കൽസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് ഉണ്ടാവും. പാർട്ടിക്കൽസ് സോൾവൻ പാർട്ടിക്കൽസ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ കൂടുതൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കൽസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് the total flow of the particles from left side to and right side and the right side to left side becomes equal. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റും. സോ പൈ ഈസ് ഈക്വൽ ടു CRT, പിന്നെ അല്ലെങ്കിൽ HROG വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ഇത് മൊളാരിറ്റി ആണ്. ഓക്കെ, മൊളാരിറ്റി ആണ്. അതേപോലെ കെൽവിനിൽ വേണം. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൂടി അപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കുക, നേരെ റൈറ്റിൽ നിന്നുള്ള ഫ്ലോ കൂടുതലാവും, അല്ലെ റൈറ്റിൽ നിന്നുള്ള സോളൻ പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ ലെഫ്റ്റിലേക്ക് കൂടുതലാവും. അങ്ങനെ എന്തോ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും നമ്മളിത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇനിയാണ് ചെറിയൊരു വലിയ പ്രശ്നം വരാൻ വന്നിട്ട്, ചെറിയ പ്രശ്നമൊന്നുമല്ല, വലിയ പ്രശ്നമാണ്. 1 mole of NaCl എന്താണ് W grams, ഫൈൻഡ് എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. സോ ഡെൽറ്റ TB നമുക്ക് ഇക്വേഷൻ അറിയാം, എല്ലാവരും സന്തോഷത്തോടെ കണ്ടെത്താൻ പോവാണ്. എന്താണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് KB ഇൻറ്റു മൊളാലിറ്റി. സോ KB അതിൻ്റെ KB അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും, ഗിവൺ ആണെന്ന് വിചാരിക്കുക, KB തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ്, ദാറ്റ് ഈസ് ഗിവൺ W. ഓക്കെ, ഉത്തരം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് റിയൽ ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ഉത്തരം തെറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് വലിയ പ്രശ്നം വന്നത്. അപ്പോൾ നമ്മളായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഒബ്സർവ് ചെയ്യുന്ന, നമ്മൾ തിയററ്റിക്കലി കണക്ക് കൂട്ടിയിട്ട് കണ്ടെത്തുന്ന ഈ ഉത്തരവ് എന്തുകൊണ്ട് തെറ്റുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ചില പാർട്ടിക്കിൾസ് നമ്മൾ വാട്ടറിലേക്ക് ഇടുന്ന സമയത്ത് മേ ബി അസോസിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ NaCl എന്താണ് വാട്ടറിലേക്ക് ഇടുന്ന സമയത്ത് Na+Cl- ആയിട്ട് ഇടും. അപ്പോൾ നമ്മൾ എത്ര മോൾസ് സൊല്യൂട്ട് ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്തത്, നമ്മൾ 1 mole സോൾട്ട് 1 mole NaCl ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്തത്. പക്ഷേ ആക്ച്വലി അവിടെ ഒരു Na+ ഉണ്ട്, 1 mole Na+ ഉണ്ട്, 2 mole NaCl ഉണ്ട്. അപ്പോൾ അവിടെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, 2 moles ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ അത് നമ്മൾ ഇവിടെ കണക്ക് കൂട്ടിയില്ല. അപ്പോൾ 2 moles ഓഫ് സൊല്യൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡെൽറ്റ TB തെറ്റിയില്ല. കാരണം ഡെൽറ്റ TB ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആസ് ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ വാൻഡോ ഫാക്ടർ എന്നുള്ള വാൻഡോ ഫാക്ടർ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇക്വേഷനും ഈ പ്രശ്നമുണ്ട്, എല്ലാ ഇക്വേഷനും തിയററ്റിക്കലായിട്ട് കണ്ടെത്തുന്നതായിരിക്കില്ല, ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്തുന്നത്. സോ ഈ പറഞ്ഞ എല്ലാ ഇക്വേഷനിലെയും ഒരു ചെറിയ കറക്ഷൻ വാൻഡോ ഫണ്ടൻ വന്നിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ആ ഒരു ഫാക്ടർ നമ്മൾ വിളിക്കും വാൻഡോ ഫാക്ടർ. അപ്പോൾ വാൻഡോ ഫാക്ടർ എങ്ങനെയാണ് എടുത്താൽ നമുക്ക് തിയററ്റിക്കലി ആയിട്ട് കിട്ടുന്ന ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അത് നമ്മൾ ഡിവൈഡ് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ ആക്ച്വലി 2 ആണ് ഇവിടെ വേണ്ടത്, മോൾസ്. അപ്പോൾ 2 ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്ന, അപ്പോൾ 2 കിട്ടുന്നുണ്ട് വാൻഡോ ഫാക്ടർ. സോ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ തിയററ്റൈസ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് വാൻഡോ ഫാക്ടർ. സോ വാൻഡോ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു പാർട്ടിക്കിൾ അസോസിയേറ്റ് ചെയ്യാം, ഡിസോസിയേറ്റ് ചെയ്യാം സോൾവെൻറ്റിലേക്ക് ഇടുന്ന സമയത്ത്.
അപ്പോൾ നമുക്ക് ആദ്യം ഡിസോസിയേഷൻ്റെ കാര്യം നോക്കാം. ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NaCl, അതെന്താ Na+Cl-, അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, അതാണ് ഡിസോസിയേറ്റ്. അസോസിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് യോജിക്കും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ എന്താ, ഓക്കെ ഞാൻ പറയാം, രണ്ട് എച്ച് പ്ലസ് എന്താവും, യോജിപ്പിച്ചിട്ട് എന്താവും, H2 ഗ്യാസ് ആയിട്ട് പോകും. ഇതെന്താ? അസോസിയേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡിസോസിയേഷൻ നമുക്ക് ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ഇത് തിയററ്റൈസ് ആയിട്ട് നോക്കാം. സോ AN, അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും AN ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ കിട്ടുക? H2O എന്താവും, രണ്ട് H+ ആയിട്ട് പോകുന്നുണ്ട്, ഒരു O2- ആയിട്ട് പോകുന്നുണ്ട് എന്ന് തൽക്കാലം ഞാൻ പറയട്ടെ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാം. അതേപോലെ തന്നെ AN എന്തായിട്ട് മാറുന്നുണ്ട്, ഇവിടെ H2O പോലെ തന്നെ രണ്ട് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഡിസോസിയേഷൻ ആണ് എന്നുള്ളത്. കാരണം ഒരു മോൾസ് സാധനം 2 മോളായിട്ട് മാറുന്നുണ്ട്, അപ്പോൾ ഡിസോസിയേഷൻ. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇനീഷ്യലി ഈ പറഞ്ഞ നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഓൾറെഡി കോൺസെൻട്രേഷൻ ഉണ്ട്, ഈ പറഞ്ഞ സാധനത്തിൻ്റെ ആളുടെ കോൺസെൻട്രേഷൻ ഇല്ല. പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എത്രയായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവുക? ഇയാളുടെ കോൺസെൻട്രേഷനിൽ നിന്ന് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നല്ല രീതിയിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ആൽഫ. അങ്ങനെ ആകുമ്പോൾ അത്ര ഇയാളുടെ കോൺസെൻട്രേഷനിൽ നിന്ന് ഇനി AN എത്ര കുറയും? AN ഫുള്ളായിട്ട് കുറയില്ല, പക്ഷേ ഇയാളുടെ കോൺസെൻട്രേഷനിൽ നിന്ന് C-ആൽഫ കുറയും എന്ന് പറയാൻ പറ്റും. അല്ല, കോൺസെൻട്രേഷനിൽ നിന്ന് ആൽഫ കുറയും, C-C-ആൽഫ എന്ന് പറയാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ ഇയാൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, A എന്ന് പറയുന്ന സാധനം അത് കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞിട്ടുള്ള സാധനമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവാൻ അല്ലേ, ഇവിടെ 2A എന്ന രീതിയിൽ ഉണ്ടാവാൻ. കാരണം അത് കുറഞ്ഞിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് മാറിയിട്ടുള്ളത്, ഡിസോസിയേറ്റ് ഈ ഫോമിലേക്ക് മാറി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. എത്രയാണ്? ഒരു മോളിന് 2 കിട്ടുന്നുണ്ടെങ്കിൽ C-ആൽഫേന് 2C-ആൽഫ, ഇത് 2 അല്ല, സോറി, ഇത് N ആണ്. സോ 2N-ആൽഫ എന്ന രീതിയിൽ പറയാൻ പറ്റും. 2N ആവശ്യം ഇവിടെ, 2ൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ, ജസ്റ്റ് N മാത്രം. സോ CN-ആൽഫ എന്ന രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ മോൾസ് എന്തൊക്കെയാണ്? ഒന്ന് ഈ ഫോർമാറ്റിലുള്ള കുറച്ച് മോൾസ് ഉണ്ട്, അതേപോലെ ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റഡ് ഫോർമിലുള്ള കുറച്ച് മോൾസ് ഉണ്ട്. രണ്ടും ആഡ് ചെയ്യാം, രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ മോൾസ് കിട്ടും. ആ ടോട്ടൽ മോൾസ് വെച്ചിട്ട് നമുക്കൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ΔTF ആണ്, ΔTF. സോ സാർ അത് ആ ഒരു ടോട്ടൽ മോൾസ് വെച്ചിട്ട് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെക്കും. അങ്ങനെ ആ ഒരു ടോട്ടൽ മോൾസ് വെച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒബ്സർവ് ഡിവൈഡ് ബൈ ആക്ച്വലി വേണ്ടത് എത്ര ആയിരിക്കും? തിയററ്റിക്കലി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ C മോൾസ് മാത്രമേ കാണുള്ളൂ അല്ലേ, ആ C മോൾസ് മാത്രമേ കാണുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവാന്ന്, നമുക്കറിയില്ലല്ലോ അതിൽ നിന്ന് കുറച്ച് C-ആൽഫ മോൾസ് ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അത് C വെച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇതാണ് 1+N-1 ആൽഫ എന്ന രീതിയിൽ. ഓക്കെ, സോ ഡിസോസിയേഷന് നമുക്ക് ഡയറക്റ്റ് മോണ്ടോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1+N-1 ഇൻറ്റു ആൽഫ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ ഈ C മാത്രം ഒന്ന് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന സാധനം 1+N-1 ഇൻറ്റു ആൽഫ എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ശരി, അടുത്ത് നമുക്ക് നോക്കാം. പിന്നെ N എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഇവിടെ N എന്ന് പറയുന്നത് സാധനമാണ് അല്ലേ. N എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കി AN എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇത് തന്നെ N സാധനങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പം ഒരു സാധനം 4-5 സാധനമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ 4 ആയിരിക്കും N. ഒരു സാധനം 2 സാധനമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് 2 ആയിരിക്കും N. അപ്പോൾ NaCl ആണെങ്കിൽ എന്തായിരിക്കും N? 2, കാരണം 2 സാധനമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതൊരു വലിയ നമ്പർ ആയതുകൊണ്ട് എന്തായാലും അതൊരു N greater than 1 ആണ്. സോ സ്വാഭാവികമായിട്ടും I എന്ന് പറഞ്ഞത് greater than 1 ആയിരിക്കും ഫോർ ഇൻ ദി കേസ് ഓഫ് ഡിസോസിയേഷൻ. കാരണം അത് ഒബ്വിയസ്ലി നമുക്ക് തിയറിറ്റിക്കൽ ചിന്തിച്ചാൽ പോരാ, ഡിസോസിയേഷൻ സമയത്ത് I greater than 1 ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എന്തായിരിക്കും തിയറിറ്റിക്കലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനേക്കാളും കൂടുതലായിരിക്കും ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ബിക്കോസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആർ ഇൻക്രീസിങ് ആസ് ദി തിങ്സ് ആർ ഡിസോസിയേറ്റിംഗ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ I ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ അഥവാ അതിനെ പറ്റി ഒന്നും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് തിയറിറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത വാൻ ഡെ ഫാക്ടർ കാൽക്കുലേഷൻ ഡ്യൂറിങ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 മോൾസ് എന്നല്ല, ഇപ്പം അത് എക്സാമ്പിൾ പറഞ്ഞു പോയതാണ്. ഒരു N മോൾസ് എന്തോ ഒരു സാധനം അതെന്ത് അസോസിയേറ്റ് ചെയ്ത് ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് N മോൾസ് ഓഫ് ഒരു 2H+ യോജിച്ചിട്ട് എന്താവും ഒരു H2 ഗ്യാസ് ആയിട്ട് പറഞ്ഞു. അതുപോലെ N പോലെ കണ്ടാ അതുപോലെ. അപ്പം ഇനീഷ്യലി എന്താണ് ഇവിടെ C എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ, നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, C എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ. ഇനി കുറച്ച് സമയത്തിന് ശേഷം എന്താവും ഇവിടുന്ന് കുറച്ച് β-ആൽഫ എന്ന് പറഞ്ഞിട്ടില്ല, β-ആൽഫ എന്നല്ല, എന്താ പറയുക C ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് ബീറ്റ. ഇവിടെ നിന്ന് എത്ര ഉണ്ടാവും? N പാർട്ടിക്കിൾസ് 1 ആണെങ്കിൽ
സി ബീറ്റയിൽ നിന്ന് സി ബീറ്റ ബൈ എൻ. സോ സി ബീറ്റ ബൈ എൻ പാർട്ടിക്കൽസ് ഇവിടെ ഫോം ചെയ്യും. ഇവിടുന്ന് ഈ പറഞ്ഞ ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഫോം ചെയ്യും എന്നുള്ള ആ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ടോട്ടൽ മോൾസ് നമ്മൾ ആഡ് ചെയ്യാം. ടോട്ടൽ മോൾസ് ആഡ് ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റ് ചെയ്യുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വാൻ ഡെർ ഫാക്ടർ ഫോർ ഡിസോസിയേഷൻ ആയിട്ടുള്ള സാധനം കിട്ടും. ദാറ്റ് ഈസ് ഈ പറഞ്ഞ ടേം 1 + 1 - 1 / n to ബീറ്റ. പിന്നെ ഇത് ഇയാളുടെ വാല്യൂ >0 ആണ്, >1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കംപ്ലീറ്റ് ടേം ദാറ്റ് ഈസ് >1 ആണ്. സോ ഇറ്റ്സ് അസോസിയേഷൻ ഐയുടെ വാല്യൂ വാൻ ഡെർ ഫാക്ടറിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതാണെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ n എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഡൗട്ട്. ഇപ്പോൾ ഡൈമറൈസേഷൻ രണ്ട് മോൾസുകൾ ഒരു മോളായിട്ട് യോജിക്കുന്നുണ്ട്, അതിനെ ഡൈമറൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ 2 ആണ് n. 3 സാധനങ്ങൾ ഒരു സാധനമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ ട്രൈമറൈസേഷൻ. 4 സാധനങ്ങൾ ഒരു സാധനമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ടെട്രാമറൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ.